ഇന്നലെ രാജ്യത്ത് നടന്ന സൈനിക നടപടികളെ പത്രങ്ങൾ എങ്ങനെയാണ് ഇന്ന് കൈകാര്യം ചെയ്തിരിക്കുന്നത്? സേതു, അതായത് പത്രങ്ങൾ വലിയ പ്രാധാന്യത്തോടു കൂടെ തന്നെ ഇന്ന് ഈ കാര്യങ്ങളെ, ഈ വാർത്തകളെ കഴിഞ്ഞു. കാരണം കുറച്ച് ദിവസങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട വലിയ പ്രതിസന്ധി, വലിയ സംഘർഷം, ഒപ്പം തന്നെ ഏതെല്ലാം കാര്യങ്ങൾ സംഭവിക്കുന്നു, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് തുടങ്ങിയ നിരവധി പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ വാർത്തകളും ഇതുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായി തന്നെ കൈകാര്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഹിന്ദു ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളെല്ലാം തന്നെ വാർത്തകളെ വിശദമായി തന്നെ കൈകാര്യം ചെയ്തിരിക്കുന്നു. നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ അറ്റ്ലീസ്റ്റ് 100 കിൽഡ് ഇൻ ഓപ്പറേഷൻ എന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞതായി ഹിന്ദുവിൻ്റെ 1-ാം പേജിൽ തന്നെ ഈ വാർത്ത കാണാം. ഇന്ത്യ നടത്തിയ നീക്കങ്ങൾ, ഇന്ത്യയുടെ ഒരു പാകിസ്ഥാനിലേക്ക് നടത്തിയ സൈനിക നീക്കവും സംബന്ധിച്ചുള്ള വാർത്ത തന്നെയാണ് ഹിന്ദു ഉൾപ്പെടെയുള്ള പത്രങ്ങൾ കൊടുത്തിരിക്കുന്നത്. മറ്റൊന്ന്, എനിക്ക് തോന്നുന്നത് ഇന്നത്തെ ഈ ദിവസങ്ങളിലെ പത്രങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയായിട്ട് പറയാവുന്നത്, സൈനിക മേഖലയിൽ ഒരുപാട് കാലം പ്രവർത്തിച്ച ആളുകളുടെ, അല്ലെങ്കിൽ അത്തരത്തിൽ യുദ്ധരംഗത്ത് പ്രവർത്തിച്ചവരുടെ എല്ലാം തന്നെ ലേഖനങ്ങൾ, അല്ലെങ്കിൽ അവരുടെ അനുഭവങ്ങൾ, അവരുടെ വിലയിരുത്തലുകൾ, അവർ ഈ കാര്യങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു തുടങ്ങിയ വിവരങ്ങൾ ഏതാണ്ട് എല്ലാ മാധ്യമങ്ങളും വലിയ പ്രാധാന്യത്തോടുകൂടെ കൊടുത്തിരിക്കുന്ന ദിവസങ്ങളിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. കാരണം ഒന്ന്, നയതന്ത്ര തലത്തിൽ എങ്ങനെയാണ് ഇതിനെ ബാധിക്കുക, ഇതെല്ലാം എനിക്ക് തോന്നുന്നത് ഇപ്പോൾ പത്രം വായിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഓരോ പത്രവും, ഇപ്പോൾ ഹിന്ദു ആണെങ്കിലും ടൈംസ് ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ ഇന്ത്യൻ എക്സ്പ്രസ് അടക്കം, മാതൃഭൂമി, മനോരമ ഉൾപ്പെടെയുള്ള എല്ലാ മാധ്യമങ്ങളും എല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള വിശകലനങ്ങൾക്ക് ധാരാളം ഇടം കൊടുത്തിരിക്കുന്ന ഒരു ദിവസം എന്ന് പറയാം. കാരണം എന്തൊക്കെയാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്, ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്തായിരിക്കും, ഇതിൻ്റെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള അടുത്ത ഘട്ടം ഏത് തരത്തിലേക്ക് ഇതിനെ വഴിമാറും എന്ന് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഒപ്പം ധരംശാലയെ ബ്ലാക്കൗട്ടാക്കിയ പത്രത്തിൽ, അതായത് ആ സാഹചര്യം കൂടെ പത്രങ്ങൾ നൽകിയിരിക്കുന്നു. അതിൻ്റെ ചിത്രം സഹിതം ബ്ലാക്കൗട്ട് ഇൻ ധരംശാല എന്ന ഹിന്ദു പത്രം നൽകിയിരിക്കുന്നു, പടം സഹിതം അവർ നൽകിയിട്ടുണ്ട്. ഒപ്പം നേരത്തെ സേതു പറഞ്ഞതുപോലെ നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തൊരു കാര്യമാണ്, ഈ സ്റ്റേറ്റ് ഫ്യൂണറൽ നടത്തുന്നു, അതായത് ഒരു ടെററിസ്റ്റിന് വേണ്ടി സ്റ്റേറ്റ് ഫ്യൂണറൽ നടത്തുന്നു എന്നുള്ള വിക്രമിശ്രീയുടെ ആ വിമർശനം സംബന്ധിച്ച്, അതായത് ലഷ്കറിൻ്റെ പ്രധാനപ്പെട്ട സുപ്രീം കമാൻഡർ കൊല്ലപ്പെട്ടതിൽ സൈനിക മേധാവികൾ ഉൾപ്പെടെ പങ്കെടുക്കുന്നതിൻ്റെ ചിത്രം സഹിതം ഹിന്ദു വാർത്ത നൽകിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ, ഒപ്പം തന്നെ പ്രധാനമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് രാജ്യത്തോട് പറയുന്ന, അല്ലെങ്കിൽ എന്താണ് ഇനി എങ്ങോട്ട് മുന്നോട്ട് പോകണം എന്നത് സംബന്ധിച്ചുള്ള വാർത്തകൾ, ഇത്തരം കാര്യങ്ങളെല്ലാം ഉണ്ട്. ഒപ്പം തന്നെ പാകിസ്ഥാൻ, അതായത് പാക് ഷില്ലിങ്ങിനെ തുടർന്ന് പൂഞ്ച് ഉൾപ്പെടെയുള്ള മേഖലകളിലെ അതിർത്തി ഗ്രാമങ്ങൾ, അവിടുത്തെ ആളുകളെ സൈന്യം പ്രത്യേക സാഹചര്യത്തിൽ മറ്റിടങ്ങളിലേക്ക് മാറ്റിയതിൻ്റെ വാർത്തകൾ ഇന്ന് കാണാം. ഡിസ്പ്ലേസ്ഡ് ബൈ പാകിസ്ഥാനി ഷെല്ലിംഗ് റെസിഡൻസ് ഓഫ് ബോർഡർ വില്ലേജസ് ലോങ് ഫോർ ഹോം ആൻഡ് പീസ് എന്ന് പറഞ്ഞ് ഹിന്ദുവിലുണ്ട്. മലയാള മനോരമ അടക്കം ഈ കാര്യത്തിൽ ഇന്നലെ നടന്ന ആക്രമണത്തെ സംബന്ധിച്ച്, ഇന്നലെ സൈന്യം ബ്രീഫ് ചെയ്തതിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളെല്ലാം തന്നെ വലിയ പ്രാധാന്യത്തോടു കൂടെ നൽകുകയും അത് വളരെ വലിയ ഡിസ്പ്ലേയിൽ നൽകുന്ന ഒരു സാഹചര്യത്തിൽ വളരെ മനോഹരമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. മനോഹരം എന്ന് പറയുന്നത്, പേജിനെ സംബന്ധിച്ചിടത്തോളം പത്രങ്ങളെ സംബന്ധിച്ച് ഇത്തരം സംഭവങ്ങൾ എങ്ങനെ പ്ലേസ് ചെയ്യുന്നു എന്നുള്ളതും അതിൻ്റെ ഒരു ഡിസ്പ്ലേ ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. പാക് സൈനിക വിമാനങ്ങളും ഡ്രോണുകളും വെടിവെച്ചിട്ട് ഇന്ത്യ എന്ന് ഹെഡർ, അതായത് മലയാള മനോരമ എന്ന അവരുടെ ആ പത്രത്തിൻ്റെ ആ ടൈറ്റിൽ താഴേക്ക് വലിച്ചുകൊണ്ട്, ഇതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ടോപ്പാക്കിക്കൊണ്ടാണ് ലീഡ് വാർത്തയാക്കി കൊടുത്തിരിക്കുന്നു. തടുത്തു, തിരിച്ചടിച്ചു എന്നാണ് മനോരമയുടെ തലക്കെട്ട്. ഈ രീതിയിൽ മലയാള മനോരമ എഴുതിയിരിക്കുന്നു. ടൈംസ് ഓഫ് ഇന്ത്യയും ഏതാണ്ടെല്ലാം പത്രങ്ങളും, ഇന്ത്യൻ എക്സ്പ്രസ് അടക്കം വലിയ പ്രാധാന്യത്തോടുകൂടെ ഇത്തരം വാർത്തകളും ഇതിൻ്റെ വിശകലനങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ മാതൃഭൂമി അടക്കം പാപ്പയെ തിരഞ്ഞെടുത്തത് മാതൃഭൂമിയിൽ 1-ാം പേജിൽ വാർത്തയുണ്ട്. ഈ സംഗതികൾ, ഇത്തരത്തിലുള്ളൊരു ആക്രമണ സാഹചര്യത്തിലേക്ക് പോയില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ വലിയ പ്രാധാന്യത്തോടെ ഇന്ന് വരേണ്ടിയിരുന്ന വാർത്ത പാപ്പയുടെ തെരഞ്ഞെടുപ്പായിരിക്കും. അതായത് പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തതാണ്. ഏതായാലും അത് മാതൃഭൂമി കൊടുത്തിരിക്കുന്നു. ഒപ്പം വെടിവെച്ചിട്ട വാർത്തയുടെ കൂടുതൽ ഇന്നർ പേജിലേക്ക് അതിൻ്റെ വിശദാംശങ്ങളും കൊടുത്ത് ഉറച്ചു തന്നെ എന്നാണ് മാതൃഭൂമി അവരുടെ എഡിറ്റ് പേജിൽ വളരെ ഈ പറയുന്ന 2 പേജുകളുടെ ആ സ്പ്ലിറ്റിൽ കൊടുത്തിരിക്കുന്നു, വളരെ വിശദമായി തന്നെ. അതുപോലെ തന്നെ ഉറിയിലെ സലാമാബാദ് ഗ്രാമത്തിൽ പാക് ഷെല്ലാക്രമണത്തിൽ തകർന്ന വീടിനുള്ളിൽ നിൽക്കുന്ന ഒരു സ്ത്രീയുടെ ചിത്രം വലിയ പ്രാധാന്യത്തോടെ മാതൃഭൂമി നൽകിയിട്ടുണ്ട്. കവചമൊരുക്കി സുദർശന ചക്രം എന്ന് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്ത പോലെ, അതായത് പാക്
ആക്രമണം ചെറുത്ത മിസൈൽ ഡിഫൻസ് അതിനെക്കുറിച്ചുള്ള ഡ്രോണിനെ കുറിച്ചുള്ള വാർത്ത ചിത്രം അതിൻ്റെ ഒരു ഇൻഫോഗ്രാഫിക് സ്വഭാവത്തിൽ മാതൃഭൂമി നൽകിയിരിക്കുന്നു. ഈ രീതിയിൽ എല്ലാ പത്രങ്ങളും ടൈംസ് ഓഫ് ഇന്ത്യയും അടക്കം ദേശാഭിമാനി, മാധ്യമം അടക്കമുള്ള പത്രങ്ങളെല്ലാം തന്നെ വലിയ പ്രാധാന്യത്തിൽ ഏതായാലും കൊടുത്തിട്ടുണ്ട്. ഒപ്പം എങ്ങനെയാണ് അന്താരാഷ്ട്ര സമൂഹം അല്ലെങ്കിൽ രാജ്യത്തലവന്മാർ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾ ഈ വിഷയത്തെ സമീപിക്കുക എന്നുള്ളത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശകലനങ്ങളാണ് ഹിന്ദുവിൽ കൊടുത്തിരിക്കുന്നത്. ഒപ്പം ടൈംസ് ഓഫ് ഇന്ത്യ ഏറ്റവും വിശദമായി പഹൽഗാമിന് ശേഷം ഓരോ മേഖലയിലേക്കുള്ള വിശദാംശങ്ങൾ, ഓരോ ഗ്രാമങ്ങളിൽ നിന്നുള്ള മനുഷ്യരുടെ പ്രതികരണങ്ങൾ, അതുപോലെ അതിർത്തി മേഖലയിലെ ആളുകളുടെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്, അവരെ ഇവാക്യുവേറ്റ് ചെയ്യുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ കുറച്ച് ഗ്രൗണ്ടഡ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ കൊടുത്തിരിക്കുന്നു. ഒപ്പം മിസ്രിയുടെ വാർത്താ സമ്മേളനത്തെക്കുറിച്ച് തന്നെ പ്രാധാന്യത്തിൽ കൊടുത്തിട്ടുണ്ട്. പഹൽഗാം വാസ് ഒറിജിനൽ എസ്കലേഷൻ എന്ന്. അതാണ് ആദ്യത്തെ പ്രധാന എസ്കലേഷൻ അതായിരുന്നു എന്ന് ഉള്ള ആ കാര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുന്നു. ഏതായാലും ഈ ദിവസങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട രാജ്യം ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ രാജ്യത്തെ രാജ്യം ഒരു നിർണായകമായ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് മാധ്യമങ്ങൾ ഈ വാർത്തകളെ കാണുന്നത്. ഏതായാലും പത്രങ്ങൾ വളരെ സംയമനത്തോടെ തന്നെയാണ്, അല്ലെങ്കിൽ കൂടുതൽ സെൻസേഷണൽ അല്ലാത്ത സ്വഭാവത്തിൽ തന്നെ കാര്യങ്ങളെ വിശദീകരിക്കുകയും അവിടുത്തെ ഗ്രാമങ്ങളിൽ നിന്ന് തന്നെയുള്ള ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ കൂടുതലായിട്ട് ചേർക്കുകയും ചെയ്തത് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ അതേസമയം സമൂഹ മാധ്യമങ്ങളിലും ചില ദേശീയ ചാനലുകളടക്കം വലിയ രീതിയിൽ സെൻസേഷണലൈസ് ചെയ്യുന്ന തരത്തിലേക്ക് ഈ കാര്യങ്ങൾ കൊണ്ടുപോകുന്ന സാഹചര്യം കൂടെ ഉണ്ട്. ഏതായാലും ദേശാഭിമാനി ആകാശയുദ്ധം എന്ന് ദേശാഭിമാനിയുടെ 1-ാം പേജിൽ വളരെ ഈ പാക്ഷല്യങ്കിൽ തകർന്ന വീടിനുള്ളിൽ വിലപിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അത് വളരെ ഹൃദയഭേദകമായ രീതിയിൽ ഉള്ളൊരു ചിത്രമാണ്. ഏതായാലും ഇത്തരത്തിൽ ഓരോ പത്രങ്ങളും അതിനെ ഒരു പക്വതയോടെയും വളരെ വളരെ വിപുലമായ തരത്തിൽ അതിനെ നരേറ്റ് ചെയ്യുന്ന തരത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഇന്നത്തെ ദിവസം എന്ന് തന്നെ പറയാം. സേതു. ശരി സനോജ്, ഇപ്പോൾ പത്രങ്ങൾ എങ്ങനെയാണ് ഈ വാർത്തകളൊക്കെ കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് VS സനോജ് ഇപ്പോൾ വിശദമായി തന്നെ എത്തിച്ചത്.